Morning. Good morning, Miss. Good morning, teacher. Good Good morning. morning, Miss. എന്താ പ്രശ്നം ഇവിടെ? ആരൊക്കെയാ പ്രശ്നം? ടോമിന് എന്താണ് പ്രശ്നം? ഏത് ദിവസം ഏതൊക്കെ ടീച്ചർമാരാണെന്ന് ഇവർ ഡൗട്ട്. അതാണ് കുഴപ്പം, വേറെ ഒരു വളരെ ഡൗട്ടും ഇല്ല. കുഴപ്പമില്ലേ? പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങള്? സുഖാണോ? പിന്നെ അടിപൊളി. എന്താണ് ടോമേ? സുഖമായിട്ട് പോകുന്നു. സുഖാണ്. ഓക്കെ. പഠിപ്പൊക്കെ എങ്ങനെയുണ്ട്? പഠിപ്പ് വല്ലതും നടക്കുന്നുണ്ടാ? ഇത് ഇല്ല. അത് മാത്രമല്ലേ? പഠി ആലോചിക്കുന്നില്ലല്ലോ. പഠിക്കാൻ വേണ്ടി ഇത് തരുമല്ലോ, സ്റ്റഡി ലീവ് തരുമല്ലോ, അന്ന് പഠിക്കാം. അപ്പൊ പഠിക്കുള്ളൂ അല്ലേ? ഓക്കെ. ഇത്രയും ചാപ്റ്റേഴ്സ് ആ ഒരാഴ്ച കൊണ്ട് പഠിച്ചു തീർക്കോ? ഞാൻ അന്നൊന്നും പഠിച്ചിട്ടില്ല. ആ, ഓക്കെ ഓക്കെ. അവൻ ചിലപ്പോ പഠിച്ചു തീർക്കായിരിക്കും ടീച്ചറെ. ആണ് നീ സോറി ആന്ന് നിന്നെ എനിക്ക് കഴിഞ്ഞോടെ കിട്ടിയ മാർക്ക് നോക്കി ടീച്ചറിന് അറിയാം ഞാൻ നല്ലപോലെ പഠിക്കുന്ന കൊച്ചാന്ന്. നമ്മൾ അയ്യോ, ജസ്റ്റ് പാസ്സാ. ഓക്കെ. നന്നായിട്ട് പഠിച്ചു. ആന്ന് നല്ല കുട്ടിയാട്ടോ. പിന്നെ കഴിഞ്ഞ എഞ്ചിനീയറിംഗ് പഠിച്ചപ്പോ ഞാൻ ഇയർ ബാക്ക് ആയിപ്പോയി. അപ്പോഴാ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. എവിടെയാണ് നമ്മൾ എടുത്തത്? ഓക്കെ. ഇനി ഡിഫറൻസ് അല്ല എടുത്തു തുടങ്ങേണ്ടത്. സ്റ്റാർട്ട് ചെയ്യാം. ഇത്ര വരെ നിങ്ങൾക്ക് ക്ലിയർ ആണോ? yes, miss. സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. Prime difference between ordinary purchase and capital equipment purchase. അവിടെ capital എന്ന് ആക്കണം കേട്ടോ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. Capital equipment purchase. അപ്പൊ ഓർഡിനറി പർച്ചേസും ക്യാപിറ്റൽ എക്വിപ്മെന്റ് പർച്ചേസിന്റെ പ്രധാനപ്പെട്ട ഡിഫറൻസ് ആണ് 4 എണ്ണമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഓർഡിനറി പർച്ചേസ്? ഓർഡിനറി പർച്ചേസ് എന്താ? സാധാരണ പർച്ചേസ്. സാധാരണയായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതാണ് ഓർഡിനറി പർച്ചേസ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എക്വിപ്മെന്റ് അറിയാലോ, നല്ല വില കൊടുത്ത് വാങ്ങിക്കുന്ന എക്വിപ്മെന്റ് ആണ് ക്യാപിറ്റൽ എക്വിപ്മെന്റ്. സ്ഥിര ആസ്തിയാണ്, ഹോസ്പിറ്റലിന്റെ സ്ഥിരമായിട്ടുള്ള ആസ്തിയാണ് ക്യാപിറ്റൽ എക്വിപ്മെന്റ് എന്ന് പറയുമ്പോ. ഫസ്റ്റ് ഡിഫറൻസ് നോക്കിയേ, എക്സ്റ്റെന്റ് ഓഫ് നെഗോഷിയേഷൻ. നെഗോഷിയേഷൻ എന്താണെന്ന് അറിയാലോ നമ്മൾക്ക്. നെഗോഷിയേഷൻ നെഗോഷിയേഷൻ എന്താ മറന്നുപോയാ? നെഗോഷിയേഷൻ ചർച്ച കേട്ടോ, ചർച്ച. അപ്പോ എക്സ്റ്റെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീട്ടുക, ചർച്ച നീട്ടുക എന്നാണ് ഫസ്റ്റ് ഡിഫറൻസ് പറയുന്നത്. ഹൈ ഇൻ ക്യാപിറ്റൽ എക്വിപ്മെന്റ് പർച്ചേസ് ആൻഡ് ലോ ഇൻ ഓർഡിനറി പർച്ചേസ്. അല്ലെ, സാധാരണയായിട്ട് നമ്മൾ പർച്ചേസ് നടത്തുമ്പോ ആരെങ്കിലോടൊക്കെ അനുവാദമൊക്കെ ചോദിക്കണോ, അല്ലെങ്കിൽ ചർച്ച വെക്കേണ്ടി വരുമോ നമ്മൾക്ക്? ഇല്ല അല്ലെ. അപ്പൊ എന്താണ് ഓർഡിനറി പർച്ചേസിന് ചർച്ച എന്ന് പറയുന്നത് എന്താണ്? ലോ ആയിരിക്കും. അതുപോലെ തന്നെ ക്യാപിറ്റൽ എക്വിപ്മെന്റ് പർച്ചേസ് ചെയ്യുമ്പോ എന്താണ് ഹൈ എന്ന് പറയാൻ കാരണം? പറയാൻ പറ്റുമോ? ഒരു ഹോസ്പിറ്റൽ നമ്മൾ ക്യാപിറ്റൽ എക്വിപ്മെന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് നല്ല രീതിയിൽ നമ്മൾ ചർച്ച നടത്തി എല്ലാവരോടും ചോദിച്ച് അനുവാദം വാങ്ങിച്ചിട്ട് വേണം അല്ലെ പർച്ചേസ് ചെയ്യാനായിട്ട്. നമ്മളിവിടെ പഠിച്ചില്ലേ ആരുടെയൊക്കെ അനുവാദമാണ് വേണ്ടത്? ആരുടെയൊക്കെ അനുവാദമാണ്? ഡിസിഷൻ മേക്കേഴ്സിന്റെ അല്ലെ. എന്താണ്? എന്താണ്? ടോപ്പ് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റർ, HOD, മെറ്റീരിയൽസ് മാനേജർ, ഫിനാൻസ് മാനേജർ, ബയോമെഡിക്കൽ എഞ്ചിനീയർ, അങ്ങനെ എല്ലാവരുടെയും സമ്മതത്തോട് കൂടിയിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്യാപിറ്റൽ എക്വിപ്മെന്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ചർച്ച എന്ന് പറയുമ്പോൾ ഇവിടെ ക്യാപിറ്റൽ എക്വിപ്മെന്റ്
എക്സ്പെൻഡിച്ചറിന് എന്താണ് ഹൈ ആണ്. അതുപോലെ തന്നെ ഓർഡിനറി പർച്ചേസ് ആകുമ്പോൾ എന്താണ് ലോ ആണ്. ക്ലിയർ ആയോ ഫസ്റ്റ് ഡിഫറൻസ്? ഓക്കെ ആണോ? ഡോൺ ക്ലിയർ ആണോ? ഡോൺ ഇനി എന്താണ് ലീഡ് ടൈം? ലീഡ് ടൈം ഒന്ന് പറഞ്ഞു നോക്കിയേ, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ. ലീഡ് ടൈം എന്താണ്? ലീഡ് ടൈം എന്താണ്? ലീഡ് ടൈം എന്ന് പറഞ്ഞാല് പറഞ്ഞു തരാം കേട്ടോ. ഇത് എല്ലാം ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കൊന്നും കൂടി നോക്കാം. ലീഡ് ടൈം എന്താ? നമ്മള് മെറ്റീരിയലിന് ഓർഡർ കൊടുത്തു, നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് വരെയുള്ള റിസീവ് ചെയ്യുന്നത് വരെയുള്ള ടൈമാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിന് എന്തായിരിക്കും? ഹൈ ആവോ ലോ ആവോ? വളരെ വില കൊടുത്ത് വാങ്ങിക്കുന്ന എക്യുപ്മെന്റ് ആയതുകൊണ്ട് തന്നെ ലീഡ് ടൈം എന്തായിരിക്കും? ഹൈ ആണ്. ഓർഡിനറി പർച്ചേസിനാവുമ്പോ ലോ ആയിട്ടാണ് വരുന്നത് അല്ലെ. ഇനി എന്താണ് സൈസ് ഓഫ് എക്സ്പെൻഡിച്ചർ? എന്താണ് സൈസ് എന്ന് പറയുന്നത്? സൈസ് ഓഫ് എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചർ എന്താണ്? ചിലവാകുന്ന തുകയുടെ ചിലവാകുന്ന തുകയുടെ വലിപ്പം. അതാണ് തേർഡ് വണ്ണിൽ പറയുന്നത്. സൈസ് ഓഫ് എക്സ്പെൻഡിച്ചർ എന്തായിരിക്കും? ഓർഡിനറി പർച്ചേസ് ആണെങ്കിൽ എന്തായിരിക്കും? ലോ ആയിരിക്കും. ക്യാപിറ്റൽ എക്യുപ്മെന്റ് ആകുമ്പോ ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഹൈ ആയിരിക്കും. ഇനി എന്താണ് അവൈലബിലിറ്റി ഓഫ് സോഴ്സ്? സോഴ്സിന്റെ ലഭ്യത അല്ലെ എന്തായിരിക്കും? ക്യാപിറ്റൽ എക്യുപ്മെന്റ് ആകുമ്പോ നമ്മളിപ്പോ ഓടിച്ചെന്ന ഒരു കടയിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഒരു അലമാരി വാങ്ങിക്കാൻ പോണേണ്. നമ്മൾ ഒരു മാരേജിന് നമ്മള് എന്താണ് ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അലമാരി വാങ്ങിക്കാൻ പോണേണ്. അപ്പൊ അലമാരി വാങ്ങിക്കുമ്പോ എന്താണ് അവിടെ ഇന്ന മരത്തിന്റെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് 2 ഡോർ വെച്ച അലമാരി വേണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് വാങ്ങിക്കാൻ കിട്ടുമോ? ഇല്ല. ചിലപ്പോ അവിടെ ആ മരം ഉണ്ടാവില്ലേ, നമ്മൾ ചോദിക്കുന്ന ആ മരം ഉണ്ടാവില്ല. ആ മരം പോയി എടുത്തുകൊണ്ട് വന്ന് കിട്ടാൻ പാടാണ് അല്ലെ. മരം പോയി എടുത്തുകൊണ്ട് വന്ന് അവര് പണിതൊക്കെ തരുമ്പോ എന്താണ് നല്ല ടൈം ആവും. അപ്പൊ അതാണ് സോഴ്സിന്റെ ലഭ്യത. എന്താണ് വിഭവങ്ങളുടെ ലഭ്യത അവിടെ എന്താണ്? ലോ ആണ്. ക്യാപിറ്റൽ എക്യുപ്മെന്റ് ആണെങ്കിൽ ലോ ആയിരിക്കും. സാധാരണ പർച്ചേസ് ആണെങ്കിലോ ഓർഡിനറി പർച്ചേസ് ആണെങ്കിലോ പെട്ടെന്ന് നമുക്ക് സാധനങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അല്ലെ. ഈസി ആയിട്ട് നമുക്ക് കിട്ടും. വെരി ഗുഡ്. ക്ലിയർ അല്ലേ ഡിഫറൻസ്? ഓക്കെ ആണോ? ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? എക്സ്റ്റെന്റ് ഓഫ് നെഗോഷിയേഷൻ അല്ലെ. ചർച്ച നീട്ടുക. ഇനി ചർച്ച നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ എക്യുപ്മെന്റ് ആകുമ്പോ ഹോസ്പിറ്റലിലോട്ട് ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കുമ്പോ അല്ലെങ്കിൽ എന്താണ് സ്കാനിങ് നടത്താനായിട്ട് ഒരു മെഷീൻ വാങ്ങിക്കുമ്പോ അതാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു അസറ്റ് ആണ്, ഒരു ആസ്തിയാണ്. ഫിക്സഡ് അസറ്റിനെയാണ് നമ്മുടെ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഒരു ഹോസ്പിറ്റലിലേക്ക് വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓടിച്ചെന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. കുറെ പേരുടെ സമ്മതം അവിടെ ആവശ്യമാണ് അല്ലെ. നമ്മൾ പഠിച്ചില്ലേ ആരുടെയൊക്കെയാണ്? ഫിനാൻസ് മാനേജർ, സെയിൽസ് മാനേജർ, HOD, അഡ്മിനിസ്ട്രേറ്റർ, അങ്ങനെയുള്ള പലരോട് നമ്മൾ ചോദിച്ച് അനുവാദം വാങ്ങിച്ചിട്ട് വേണം അവിടെ നിന്ന് എന്ത് വാങ്ങിക്കാനായിട്ട്? ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്ത് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരാനായിട്ട്. അപ്പൊ അവിടെ എന്താണ് ചർച്ച എന്ന് പറയുന്നത്? നെഗോഷിയേഷൻ എന്ന് പറയുന്നത് ഹൈയാണ്. അതുപോലെ ഓർഡിനറി പർച്ചേസ് ആവുമ്പോൾ എന്താണ്? ലോ ആയിരിക്കും അല്ലെ. സാധാരണ പർച്ചേസ് നമുക്ക് ഇവിടെ പോയാലും സാധനങ്ങൾ കിട്ടുകയും ചെയ്യും. നമുക്ക് എല്ലാവർക്കും ചോദിച്ച അനുവാദത്തോടെ വാങ്ങിക്കാൻ പറ്റുമോ? വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അവിടെ എന്താണ്? സാധാരണ പർച്ചേസ് ആവുമ്പോ ഇവിടെ ലോ ആണ്. ഓക്കെ ആണോ ക്രിസ്റ്റീന? ഇനി ഡൗട്ട് ഉണ്ടോ? ഡിഫറൻസ് വാങ്ങിച്ചാലും മനസ്സിലാവുമല്ലേ? ഡൗട്ട് വല്ലതും വരുന്നുണ്ടോ? 4 പോയിന്റിലും തേർഡ് വൺ എന്താണ്? സൈസ് ഓഫ് എക്സ്പെൻഡിച്ചർ. ചിലവാക്കുന്ന തുകയുടെ വലിപ്പം. എന്താണ്? ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കുമ്പോ എന്താണ്? കൂടുതൽ പൈസ കൊടുക്കണ്ടേ? അതെന്താണ്? ഇപ്പോ സ്കാനിങ് മെഷീൻ അല്ലെങ്കിൽ എന്താണ് ഓട്ടോക്ലേവ് മെഷീൻ സ്റ്റെറിലൈസേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഒന്നുകൂടി പറയാം. ഫസ്റ്റ് വൺ മനസ്സിലായില്ലേ എല്ലാവർക്കും? ഫസ്റ്റ് വൺ മനസ്സിലായില്ലേ? ഓക്കെ ആണോ? ഫസ്റ്റ് വൺ എക്സ്റ്റെന്റ് ഓഫ് നെഗോഷിയേഷൻ. ഓക്കെ. ഇനി രണ്ടാമത് എന്താണ്? ലീഡ് ടൈം. ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓർഡർ കൊടുത്തു,
ആ മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള ടൈമിങ്ങിനെയാണ് നമ്മൾ ലീഡ് ടൈം എന്ന് പറയുന്നത്. അവിടെ അപ്പൊ എന്താണ്, ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ ലീഡ് ടൈം എന്ന് പറയുന്നത് ഹൈ ആണ്. കാരണം എന്താണ്, നമ്മളിപ്പോ ഒരു കടയിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാപിറ്റൽ എക്യുപ്മെന്റ് കിട്ടില്ല. അത് അവര് അവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അതെന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, ഉണ്ടാക്കി അതൊരു ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി കൊണ്ടുവരുന്നത് വരെ എന്താണ്, അതിന് നല്ല ലീഡ് ടൈം ആവശ്യമാണ്, നല്ല രീതിയിലുള്ള ടൈം എടുക്കുന്നുണ്ട്. അതാണ് അവിടെ ലീഡ് ടൈം ഹൈ എന്ന് പറയുന്നത്. അതുപോലെ ഓർഡിനറി പർച്ചേസ് ആണെങ്കിലോ ലോ ആണ്. സാധാരണ പർച്ചേസ് ആയതുകൊണ്ട് എന്താണ് അവിടെ ലീഡ് ടൈം അത്രയ്ക്കും വേണോ, ക്യാപിറ്റൽ പർച്ചേസിനെക്കാട്ടിലും കുറവ് മതി അല്ലെ ലീഡ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി എന്താണ് തേർഡ് പോയിന്റ് എന്താണ്, സൈസ് ഓഫ് എക്സ്പെൻഡിച്ചർ, ചെലവാകുന്ന തുകയുടെ വലിപ്പം. അതെന്താണ്, ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കുമ്പോൾ നമുക്കറിയാം ഹൈ പൈസ അല്ലെ, നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്, ലാസ്റ്റ് വൺ എന്താണ്, അവൈലബിലിറ്റി ഓഫ് സോഴ്സിന്റെ ലഭ്യത, അത് എത്രത്തോളമാണ്. ഓർഡിനറി പർച്ചേസ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ട് എന്താണ്, അധികം സാധനങ്ങളൊന്നും അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇനി ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ആണെങ്കിലോ സോഴ്സ്, ഞാൻ പറഞ്ഞില്ലേ ഒരു കല്യാണത്തിന് നമ്മളൊരു അലമാരി കൊടുക്കാൻ പോണേ, പെണ്ണിന് കൊടുക്കുമ്പോ എന്താണ്, അലമാരിക്ക് കൊടുക്കില്ല നിങ്ങളുടെ നാട്ടിലും, കൊടുക്കാറുണ്ടോ കല്യാണത്തിന്? ഉണ്ട്. ഓക്കെ, അപ്പൊ അലമാരി കൊടുക്കുമ്പോ പെണ്ണിന്റെ വീട്ടുകാര് പറഞ്ഞത് എനിക്ക് ഇന്ന എന്താണ്, അപ്പം പോയി പറയും എന്താണ്, എനിക്ക് ഇന്ന മരത്തിന്റെ ഡബിൾ ഡോർ ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു ഇതിലാക്കി, അങ്ങനെ ഉള്ളൊരു അലമാരി വേണം. അതുകൊണ്ട് ചിലപ്പോ ആ കടകളിൽ ഉണ്ടാവില്ല. കാരണം എന്താണ്, റേറ്റ് കൂടുതലാണ് അതിന്, മരത്തിന് റേറ്റ് ആവും, അത് പണിയുന്നതിന് റേറ്റ് ആവും. അങ്ങനെ ഡബിൾ ഡോർ ഒക്കെ വെക്കുമ്പോൾ എന്താണ്, കൂടുതൽ റേറ്റ് ആവും. ചിലപ്പോ കടകളിൽ ഉണ്ടാവില്ല. അതിന്റെ സാധനങ്ങളൊക്കെ പോയി എടുത്തുകൊണ്ട് വന്ന് പണിത് അതെന്താണ്, അങ്ങനെയുള്ള ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുമ്പോൾ ടൈം കൂടുതൽ. അതിന്റെ സോഴ്സ് അല്ലെ, നമ്മുടെ സോഴ്സ് ഒക്കെ എന്താണ്, ചിലപ്പോ കടകളിൽ ഉണ്ടാവില്ല, അത് കൊണ്ടുപോയി എടുത്തുകൊണ്ട് വന്നിട്ട് വേണം പണിയാനായിട്ട്. അപ്പൊ അതാണ് അവൈലബിലിറ്റി ഓഫ് സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ക്യാപിറ്റൽ എക്യുപ്മെന്റ് ആവുമ്പോൾ എന്താണ്, ഈ സോഴ്സ് കിട്ടാനുള്ള സാധ്യത, സോഴ്സ് എന്താണ്, ചിലപ്പോ കടകളിൽ പോയി ചോദിക്കുമ്പോൾ എന്താണ്, ആ കടയിൽ ഉണ്ടാവില്ല. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോഴ്സിന്റെ ലഭ്യത കുറവായിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നോക്കിയേ, ജസ്റ്റ് ഒന്ന് ഡിഫറൻസ് അധികം പഠിക്കാനില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. ഇനി നോക്കിയേ, ഇനി വരുന്ന പോർഷൻസ് ആണ് നോക്കാനുള്ളത് കേട്ടോ. 3 ways to obtain an item to an organization. 3 രീതിയിലൂടെ അല്ലെങ്കിൽ 3 വഴികളിലൂടെയാണ് ഒരു ഓർഗനൈസേഷനിലേക്ക് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു ഐറ്റം വാങ്ങിക്കുന്നത്. ഒരു ഐറ്റം വാങ്ങിക്കുന്നത് എങ്ങനെയാണ്, 3 രീതിയിലൂടെ നമുക്ക് വാങ്ങിക്കാം. ഫസ്റ്റ് വൺ എന്താണ്, പർച്ചേസിംഗ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ് അല്ലെ, ന്യൂ പ്രൊഡക്റ്റ് ആയിട്ട് പുതിയൊരു പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാം. അല്ലെങ്കിൽ എങ്ങനെ വാങ്ങിക്കാൻ പറ്റും, പർച്ചേസിംഗ് ഓഫ് യൂസ്ഡ് ഓർ ഓൾഡ് എക്യുപ്മെന്റ് അല്ലെ, സെക്കൻഡ് ഹാൻഡ് ആയിട്ട് നമ്മൾ വാങ്ങിക്കാറുണ്ട്. അപ്പൊ അതാണ് ഓൾഡ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ 2 രീതിയും പോസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, തേർഡ് വൺ എടുക്കും അല്ലെ, ബൈ ലീസിംഗ്. ലീസിംഗ് എന്താണ്, ലീസിംഗ് അറിയില്ലേ, ലീസിംഗ് എന്താണെന്ന് പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക് കേട്ടോ കുട്ടിക്ക്. ലീസിംഗ് എന്താണ്, നമ്മൾ വാടകയ്ക്ക് എടുക്കില്ലേ, അല്ലെങ്കിൽ പാട്ടത്തിന് എടുക്കുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങള്? കേട്ടിട്ടുണ്ടോ? അതാണ് ലീസിംഗ് എന്ന് പറയുന്നത്, വാടകയ്ക്ക് അല്ലെങ്കിൽ പാട്ടത്തിന് എടുക്കുന്നത്. അപ്പോ എങ്ങനെയാണ് പറഞ്ഞത്, ഒരു ഓർഗനൈസേഷനിൽ ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് വാങ്ങിക്കുന്നത് 3 രീതികളിലൂടെയാണ്. ഏതൊക്കെയാണ്, പുതിയതായിട്ട് ന്യൂ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യാം, അതുപോലെ ഓൾഡ് എക്യുപ്മെന്റ് പർച്ചേസ് അല്ലെ, സെക്കൻഡ് ഹാൻഡ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാം. അല്ലെങ്കിൽ എങ്ങനെയാണ്, ലീസിംഗിന് എടുക്കാം. ക്ലിയർ ആയോ? ഇനി ഓരോന്നും വിശദീകരിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നു കേട്ടോ. ഫസ്റ്റ് വൺ നോക്കിയേ, പർച്ചേസിംഗ് ഓഫ് ന്യൂ എക്യുപ്മെന്റ്. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. എങ്ങനെയൊക്കെ നമുക്ക് ന്യൂ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും, ഏതൊക്കെ രീതിയിലൂടെ പർച്ചേസ് ചെയ്യാം. ഫസ്റ്റ് വൺ നോക്കിയേ, to collect the relevant data about the equipment or from the user department. എന്താണ് യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് അറിയാലോ,
മെറ്റീരിയൽസ് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് യൂസർ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ആ യൂസർ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങള് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നുണ്ട്. അവരിൽ നിന്ന് ഡാറ്റാസ് കളക്ട് ചെയ്തുകൊണ്ട് ന്യൂ എക്വിപ്മെന്റ് അവർക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് വാങ്ങിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? യൂസർ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇത് ചെയ്യുന്നുണ്ട്. അവർക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു. അതൊരു വഴി. ഇനി എങ്ങനെയാണ്? ടു ഇൻവൈറ്റ് ദ കൊട്ടേഷൻസ് ഫ്രം ദ സപ്ലയേഴ്സ്. അല്ലെ, പല സപ്ലയേഴ്സ് ഉണ്ടാവും അല്ലെ, പല കൊട്ടേഷൻസ് ഉള്ള പല സപ്ലയേഴ്സ് ഉണ്ടാവും. അവരിൽ നിന്ന് നമുക്ക് യോജിച്ച സപ്ലയേഴ്സിനെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ലേ? പറ്റോ? നമ്മൾക്ക് യോജിച്ച ക്വാണ്ടിറ്റിയില്, ക്വാളിറ്റിയില്, പ്രൈസില് നമ്മൾ വാങ്ങിക്കാറുണ്ട് അല്ലെ. കൂടുതലാണെങ്കിൽ നമ്മൾ വാങ്ങിക്കില്ല. നമ്മൾക്ക് യോജിച്ച സപ്ലയർ ആരാണോ എന്ന് നോക്കിയിട്ട് നമ്മൾ ആ സപ്ലയറെ സെലക്ട് ചെയ്യുകയും എന്താണ് പർച്ചേസിംഗ് ഓർഡർ കൊടുക്കുകയും ചെയ്യുന്നു. പിന്നെ എന്താണ് 3 നോക്കിയേ, അസസ്മെന്റ് ഓഫ് കൊട്ടേഷൻസ് ഓഫ് ബിഡ്സ്. ബിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലേലം വഴി നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. വാങ്ങിക്കുന്നതും ലേലം വഴി നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. 3 രീതികളിലൂടെയാണ് ഇവിടെ ന്യൂ എക്വിപ്മെന്റ് പർച്ചേസ് വാങ്ങിക്കുന്ന രീതി കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് എങ്ങനെയാ പറഞ്ഞത്? എന്താ പറഞ്ഞത്? യൂസർ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തുകൊണ്ട് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇത് ചെയ്യുന്നുണ്ട്, മെറ്റീരിയൽസ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? നമുക്ക് ഇഷ്ടമുള്ള സപ്ലയേഴ്സിനെ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾക്ക് അനുയോജ്യമായ സപ്ലയേഴ്സിനെ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ലേലം വഴി നമ്മൾ ഈ പ്രോസസ്സ് പർച്ചേസ് ചെയ്യുന്നത് പർച്ചേസിംഗ് നടത്തുന്നുണ്ട്. ലേലം കേട്ടോ, ബിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേലം. ക്ലിയർ ആയോ? 3 കാര്യങ്ങളും ഓക്കെ ആണോ? വായിച്ചു നോക്കിയാ 3 കാര്യങ്ങളും ഓക്കെ ആണ് അല്ലേ? കിട്ടിയില്ലേ? ഫാക്ടേഴ്സ് പറയട്ടെ. ഫാക്ടേഴ്സ് എന്താണ്? ന്യൂ എക്വിപ്മെന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിനെ കുറിച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ, economic life of the machine. It consists of the service life of an asset which reduce the average cost per period of services. It includes time and cost reduction. എന്താ പറയുന്നത്? ഒരു മെഷീൻ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിന്റെ സർവീസ് ലൈഫ് എത്രത്തോളം ഉണ്ട്, അതിന്റെ ചിലവ് എത്രത്തോളം വരും. ചിലവ് കുറയുന്നതായിരിക്കണം, കുറച്ച് വേണം നമ്മൾ വാങ്ങിക്കാനായിട്ട്. അതുപോലെ തന്നെ എന്താണ്? അതിന്റെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് ടൈമും കോസ്റ്റും കുറയ്ക്കാനായിട്ട് സാധിക്കണം. ക്ലിയർ ആയോ? എന്തെങ്കിലും പറഞ്ഞപ്പോ മനസ്സിലായോ? മനസ്സിലാവുന്ന രീതിയിൽ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ശ്രദ്ധിച്ചു നോക്കിയേ, ശ്രദ്ധിക്കാട്ടോ എല്ലാവരും. എക്കണോമിക് ലൈഫ് ഓഫ് ദി മിഷൻ ആണ് മിസ് ഇവിടെ പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ പറഞ്ഞു തരാം. നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു മിഷൻ നമ്മൾ വാങ്ങിച്ചു, അത് എത്ര നാള് യാതൊരു കംപ്ലൈന്റും കൂടാതെ, റിപ്പയർസോ അല്ലെങ്കിൽ മെയിൻ്റെനൻസ് വർക്കോ ഒക്കെ കൂടാതെ ഉപയോഗിക്കാൻ പറ്റും. അതാണ് അതിന്റെ എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത്. നമ്മളൊരു മിഷൻ വാങ്ങി അത് എത്ര നാൾ യാതൊരു കംപ്ലൈന്റോ റിപ്പയറോ കൂടാതെ ഉപയോഗിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്, അതാണ് അതിന്റെ എക്കണോമിക് ലൈഫ്. കിട്ടിയോ? ഇത്രയും മനസ്സിലാക്കിയാൽ മതി. എക്കണോമിക് ലൈഫ് ഓഫ് മിഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു ഉപകരണം വാങ്ങിച്ചു അല്ലെങ്കിൽ ഒരു മിഷൻ വാങ്ങിച്ചു, അത് എത്ര നാള് റിപ്പയർസോ മെയിൻ്റെനൻസ് വർക്കോ കൂടാതെ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റി. ഓക്കെ ആണോ? അതാണ് അതിന്റെ എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത്. കിട്ടിയോ? അത് മനസ്സിലായോ? ഓക്കെ, ഇനി ഫിസിക്കൽ ലൈഫ് ഓഫ് ദി മിഷൻ.
the total period of productivity of the mission or the entire life of the mission. എന്താണ് വാങ്ങുന്ന മിഷന്റെ ഉൽപാദന ക്ഷമത എത്രത്തോളം ഉണ്ട്, അതിന്റെ എന്താണ് ആ മിഷന്റെ ഉപയോഗം എത്രത്തോളം ഉണ്ട്, അതാണ് അതിന്റെ ഫിസിക്കൽ ലൈഫ് എന്ന് പറയുന്നത്. അതിന്റെ ഉപയോഗം അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ടിവിറ്റി ഉൽപാദനക്ഷമത എത്ര കാലം നിലനിൽക്കുന്നുണ്ട്, അതാണ് അതിന്റെ ഫിസിക്കൽ ലൈഫ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞുതരാം കേട്ടോ. നമ്മളൊരു മിഷൻ വാങ്ങിച്ചു, ആ മിഷൻ വാങ്ങിച്ചു, എന്താണ് കുറച്ചു കാലം അത് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് പറ്റി. അതിനുശേഷം അതിനെന്ത് വന്നു, റിപ്പയേഴ്സ് വർക്ക് വന്നു, അല്ലെങ്കിൽ മെയിൻ്റെനൻസ് വർക്ക് വന്നു, അറ്റകുറ്റപ്പണികള് വന്നു. അതിനുശേഷം നമ്മൾ അത് റിപ്പയർ ചെയ്തു. ഇനി അത് എത്ര നാള് നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും, റിപ്പയേഴ്സ് വന്നു, അതിനുശേഷം റിപ്പയർ ചെയ്തതിനു ശേഷം നമ്മൾക്ക് എത്ര നാള് ആ മെഷീൻ മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്നത്, അതാണ് അതിന്റെ ഫിസിക്കൽ ലൈഫ് എന്ന് പറയുന്നത്. കിട്ടിയോ? ഫിസിക്കൽ ലൈഫ്. ഒരു മെഷീൻ വാങ്ങിച്ചു, അതിന് റിപ്പയേഴ്സ് വർക്ക് വന്നു, ആ റിപ്പയർ ചെയ്തതിനു ശേഷം നമ്മൾക്ക് എത്ര നാള് ആ മെഷീൻ മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്നത്, അതാണ് അതിന്റെ ഫിസിക്കൽ ലൈഫ്. ഓക്കെ ആണോ? ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഇതിൽ നിന്ന് എക്കണോമിക് ലൈഫും ഫിസിക്കൽ ലൈഫും എത്രയാണെന്ന് നിങ്ങൾ പറയണം. അറിയോ? പറയട്ടെ. എക്സാമ്പിള്, ഒരു മെഷീൻ വാങ്ങിച്ചു, അത് 3 വർഷം ഒരു റിപ്പയേഴ്സോ അല്ലെങ്കിൽ മെയിൻ്റെനൻസ് വർക്കോ കൂടാതെ ഓടി പ്രവർത്തിച്ചു. 3 വർഷം ഒരു റിപ്പയേഴ്സും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം എന്ത് വന്നു, റിപ്പയേഴ്സ് വന്നു. അതിനുശേഷം വീണ്ടും 3 വർഷം കൂടി നല്ല രീതിയിൽ ഓടി, നല്ല രീതിയിൽ പ്രവർത്തിച്ചു. ഇതിന്റെ എക്കണോമിക് ലൈഫ് എത്ര ഇയർ ആണെന്ന് പറയാൻ പറ്റുമോ? വെരി ഗുഡ്, 3 ഇയർ അല്ലെ. എന്താണ്, റിപ്പയേഴ്സും കൂടാതെ നമ്മൾ എത്ര നാൾ ഉപയോഗിച്ചു? 3 വർഷം ഉപയോഗിച്ചു. ഇനി അതിന്റെ ടോട്ടൽ ആയിട്ടുള്ള ഫിസിക്കൽ ലൈഫ് പറയാൻ പറ്റുമോ? ടോട്ടല് വെരി ഗുഡ്, 6 ഇയേഴ്സ് അല്ലെ. 6 ഇയേഴ്സ് ആണോ? കാരണം എന്താണ്, നമ്മള് എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത് 3 വർഷമായിരുന്നു. അതിനുശേഷം റിപ്പയേഴ്സ് വന്നു, പിന്നെ നമ്മൾ റിപ്പയർ ഒക്കെ ചെയ്ത് അത് 3 വർഷം കൂടി ഉപയോഗിച്ചു, മാക്സിമം ഉപയോഗിച്ചു. അപ്പൊ അതിന്റെ എക്കണോമിക് ലൈഫും അതും കൂടി കൂട്ടിയിട്ട് 3 വർഷം, 3 വർഷം കൂട്ടിയിട്ടാണ് അതിന്റെ ടോട്ടൽ ഫിസിക്കൽ ലൈഫ് എന്ന് പറയുന്നത്. കിട്ടിയത്? മനസ്സിലായോ? എക്കണോമിക് ലൈഫും ഫിസിക്കൽ ലൈഫും ഓക്കെ ആണോ? ഓക്കെ. ഇനി നോക്കി, ടാക്സ് ലൈഫ്, the number of years over which the capital cost can be received back. ഇനി എന്താണ് നമ്മൾ പറയുന്നത്? ടാക്സ് ലൈഫ് ആണ് പറയുന്നത്. നമ്മൾ ചെലവാക്കിയ തുക എത്ര വർഷം കൊണ്ട് മുതൽ മുടക്കായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും, അതാണ് ഈ ടാക്സ് ലൈഫ് എന്ന് പറയുന്നത്. നമ്മളൊരു മെഷീൻ വാങ്ങിച്ചു, ആ മെഷീന് വേണ്ടി ചെലവാക്കിയ തുക എത്ര നാള് കൊണ്ട് നമുക്ക് മുതൽ മുടക്കായിട്ട് തിരിച്ചു കിട്ടുന്നുണ്ട്. ഞാനിപ്പോ ഒരു സ്കാനിങ് മെഷീൻ വാങ്ങിച്ചു, ഹോസ്പിറ്റലിലേക്ക് ഒരു സ്കാനിങ് മെഷീൻ വാങ്ങിച്ചു, അതിന് 50,000 രൂപയാണ്. സ്കാനിങ് മെഷീൻ വാങ്ങിച്ചു, അതിന് 50,000 രൂപയാണ്. ഈ 50,000 രൂപ എന്നത് എത്ര വർഷം കൊണ്ട് എനിക്ക് തിരിച്ചു കിട്ടും, അതാണ് ടാക്സ് ലൈഫ്. ക്ലിയർ ആയോ? ഞാനൊരു മെഷീൻ വാങ്ങിച്ചു, ആ മെഷീന് കൊടുത്ത അല്ലെങ്കിൽ ആ മെഷീന് മുടക്കിയ ഈ 50,000 രൂപ എന്ന് പറയുന്നത് എനിക്ക് എത്ര വർഷം കൊണ്ട് തിരിച്ചു കിട്ടുന്നുണ്ട്, അതാണ് ടാക്സ് ലൈഫ്. ഓക്കെ ആണോ? ഇനി എക്കണോമിക് ഫോർകാസ്റ്റിംഗ്, ഒബ്റ്റൈനബിലിറ്റി ഓഫ് സ്പെയർസ് ഇലക്ട്രിസിറ്റി. നമ്മൾ എന്താണ്, സാമ്പത്തികപരമായ പ്രവചനങ്ങൾ നടത്തുക, അതാണ് എക്കണോമിക് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മളൊരു ഫ്രിഡ്ജ് വാങ്ങിച്ചു, ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കാൻ പോയപ്പോ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം അതിന്റെ സ്റ്റാർ ഒക്കെ നമ്മൾ എങ്ങനെ നോക്കും അല്ലെ? എത്ര സ്റ്റാർ ഉണ്ട്, 5 സ്റ്റാർ ഉണ്ടോ, അല്ലെങ്കിൽ 4 സ്റ്റാർ ആണോ ഉള്ളത്, നമ്മൾ സ്റ്റാർ ഒക്കെ എങ്ങനെ നോക്കാറില്ലേ? പിന്നെ അതിനെന്ത് നോക്കാറുണ്ട്? നമ്മൾ ഇതിന് ഇലക്ട്രിസിറ്റി എത്രയാകും,
ഇതിന് സ്പെയർസ് കിട്ടോ, സ്പെയർ പാർട്സ് ഉണ്ടാവോ? ഇപ്പൊ നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ കൊണ്ടുവരുമ്പോ അതിന്റെ സ്പെയർ പാർട്സ് ഒക്കെ നമ്മളുടെ നാട്ടിൽ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഗൾഫിൽ നിന്നൊക്കെ ഒരു ഐറ്റം കൊണ്ടുവരുമ്പോ എന്തെങ്കിലും ഐറ്റംസ് കൊണ്ടുവരുമ്പോ ഇവിടെ അതിന്റെ സ്പെയർ പാർട്സുകൾ ചീത്തയിൽ പോകുമ്പോ എന്താണ് അതിന്റെ സ്പെയർ പാർട്സുകൾ ഉപയോഗിച്ച് അത് നമുക്ക് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാം. പക്ഷെ എന്താണ് അതിന്റെ സ്പെയർസ് ഒന്നും ഇവിടെ കിട്ടില്ല. കണ്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ? ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ഐറ്റംസിന്റെ സ്പെയറുകളൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടാറില്ല. ആരും കണ്ടിട്ടില്ലേ? അങ്ങനെയാണ് കേട്ടോ. അപ്പൊ എന്താണ് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും വാങ്ങിക്കാതെ എന്താണ് സ്പെയർ ഉള്ള ഐറ്റംസ് നോക്കി വാങ്ങിക്കാം. കാരണം എന്താണ് അപ്പൊ ചീത്തയായി പോയി കഴിഞ്ഞാൽ ആ സ്പെയർസ് കണക്ട് ചെയ്ത് നമുക്ക് അത് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് നല്ല ഇലക്ട്രിസിറ്റി എത്രയാണെന്നും അങ്ങനെ ഇലക്ട്രിസിറ്റി കുറവുള്ള ഐറ്റംസ് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് നോക്കി വേണം നമ്മള് വാങ്ങിക്കാനായിട്ട്. അതാണ് സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എക്കണോമിക് ഫോർകാസ്റ്റിംഗ്. ഇനി എന്താണ് പൊട്ടൻഷ്യാലിറ്റി ഇൻ എക്സിസ്റ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നിലവിൽ മിഷ്യൻ വാങ്ങിക്കുന്നത് കൊണ്ട് അതിന്റെ ആവശ്യകതയുണ്ടോ? നിലവിൽ നമ്മള് ഒരു മിഷ്യൻ ഹോസ്പിറ്റലിലേക്ക് വാങ്ങിക്കുന്നു, അതിന്റെ ആവശ്യകതയുണ്ടോ എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ആ മിഷ്യൻ വാങ്ങിക്കേണ്ടതുണ്ടോ? ആ മിഷ്യന് എത്ര ചിലവ് വരുന്നുണ്ട്? അതില്ലാതെ നമ്മളുടെ ഈ പ്രവർത്തനങ്ങൾ ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങൾ നടക്കില്ലേ എന്നുള്ള ഒരു എന്താണ് ആവശ്യകത അല്ലെങ്കിൽ ഈ മിഷ്യന്റെ ആവശ്യകതയാണ് നമ്മളിവിടെ വിലയിരുത്തുന്നത്. അതാണ് പൊട്ടൻഷ്യാലിറ്റി ഇൻ ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം. ഓക്കെ ആണോ? എന്താണ് നിലവില് ഈ മിഷ്യൻ വാങ്ങിക്കുന്നതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് നമ്മളിവിടെ നോക്കുന്നത്. ഈ മിഷ്യൻ വാങ്ങിക്കുന്നതിന്റെ ആവശ്യകതയുണ്ടോ അല്ലെങ്കിൽ ഈ മിഷ്യൻ വാങ്ങിക്കണോ? നിലവിൽ ഈ മിഷ്യൻ ഇല്ലാതെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ നടത്തുന്നില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. കിട്ടിയോ അത്? പൊട്ടൻഷ്യാലിറ്റി ഇൻ ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം. ഓക്കെ. ഇനി എന്താണ് എക്കണോമിക് സർവേ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മള് എന്ത് ചെയ്യുന്നുണ്ട്? സപ്ലൈസിനെ തിരഞ്ഞെടുക്കുന്നുണ്ട് അല്ലെ? അപ്പോ സപ്ലൈസിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. സപ്ലൈസിനെ വിശ്വസിക്കാൻ പറ്റുമോ? നമ്മൾ കൊടുക്കുന്ന വിലക്ക് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള എക്യുപ്മെന്റ്സ് അദ്ദേഹം തരുമോ? ക്വാണ്ടിറ്റി നല്ല രീതിയിലുള്ള ക്വാണ്ടിറ്റിയിൽ തരുമോ? ഡാമേജ് ഗുഡ്സ് തരുമോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ എക്കണോമിക് സർവേ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. എക്കണോമിക്കിൽ നമ്മൾ ഇത് ചെയ്യുന്ന സർവേ നടത്തേണ്ടതുണ്ട്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന സപ്ലൈസിനെ വിശ്വസിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റിയിൽ അദ്ദേഹം മെറ്റീരിയൽസ് തരുമോ? അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വില കുറച്ച് തരുമോ? നല്ല രീതിയിലുള്ള ക്വാണ്ടിറ്റിയിൽ മെറ്റീരിയൽസ് തരുമോ നമുക്ക്? അങ്ങനെയുള്ള കാര്യങ്ങളാണ് എക്കണോമിക് സർവേയില്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? നമ്മൾ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി എന്താണ് ലാസ്റ്റ് വൺ നോക്കിയേ. കോസ്റ്റ് കൺസിഡറേഷൻ, ഇനീഷ്യൽ കോസ്റ്റ്, പർച്ചേസ് കോസ്റ്റ്, ഇൻസ്റ്റലേഷൻ കോസ്റ്റ്, ബ്രേക്ക് ഡൗൺ കോസ്റ്റ്. ഇത് നമ്മൾ എന്ത് ചെയ്തു? മിഷ്യൻ വാങ്ങിച്ചു. അത് മിഷ്യൻ വാങ്ങിക്കുമ്പോൾ നമ്മൾ അതിന്റെ പൈസ കൊടുക്കണം അല്ലെ? അതാണ് പർച്ചേസ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അതിന് നമ്മൾ പൈസ കൊടുക്കണ്ടേ? അതാണ് പർച്ചേസ് കോസ്റ്റ്. ഇനി നമ്മളൊരു കമ്പ്യൂട്ടറാണ് വാങ്ങിച്ചത്. കമ്പ്യൂട്ടർ വാങ്ങിച്ചപ്പോ ഇനി നമ്മളുടെ ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ കൊണ്ടുവന്നിട്ട് അതെന്ത് ചെയ്യണം? ഇൻസ്റ്റാൾ ചെയ്യണ്ടേ? അപ്പൊ അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കോസ്റ്റ് നമ്മൾ കൊടുക്കണം. ഇനി അത് ഉപയോഗിച്ച് എന്തെങ്കിലും എന്താണ് ബ്രേക്ക് ഡൗൺ ആയി. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ അറിയാലോ, പ്രവർത്തന രഹിതമായി. ഇനി അത് ശരിയാക്കാനായിട്ട് വേറെ ആൾക്കാർ വരില്ലേ? സർവീസ് അല്ലെ? എന്താണ് ആഫ്റ്റർ സെയിൽസ് ഉപയോഗം അത് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ എന്തായാലും റിപ്പയർസിന് വേണ്ടിയിട്ട് ശരിയാക്കാനായിട്ടുള്ള ആൾക്കാർ വരില്ലേ നമ്മൾക്ക്? അവിടെ കമ്പ്യൂട്ടർ ഒക്കെ കേടായി കഴിഞ്ഞാലോ അതിന്റെ എന്തെങ്കിലും മെഷീൻസ് സ്കാനിങ് മെഷീൻസ് വാങ്ങിക്കുമ്പോൾ അത് പർച്ചേസിംഗ് കോസ്റ്റ് കൊടുക്കണം. അതിനുശേഷം അത് ഇൻസ്റ്റാൾ ചെയ്തു. അത് ഈ പ്രവർത്തനരഹിതമായി കഴിഞ്ഞാൽ അത് നന്നാക്കാനായിട്ട് ആൾക്കാർ വരില്ലേ? അപ്പൊ ആളുകൾക്കും ആ ആൾക്കാർക്കും എന്ത് കൊടുക്കണം? പൈസ നമ്മൾ കൊടുക്കണം. അതാണ് ബ്രേക്ക് ഡൗൺ കോസ്റ്റ്. മനസ്സിലായോ?
3 കോസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ പോയിന്റിൽ പഠിച്ചത് കേട്ടോ. പർച്ചേസിംഗ് കോസ്റ്റ് ഉണ്ട്, ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ഉണ്ട്, ബ്രേക്ക് ഡൗൺ കോസ്റ്റ് ഉണ്ട്. ക്ലിയർ ആയോ 3 കോസ്റ്റും? അപ്പൊ ഈ 3 കാര്യങ്ങൾ നോക്കിയിട്ട് വേണം, പരിഗണിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട്. അതാണ് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്. കോസ്റ്റ് കൺസിഡറേഷൻസ്, ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് പർച്ചേസ് കോസ്റ്റ്, ഇൻസ്റ്റലേഷൻ കോസ്റ്റ്, ബ്രേക്ക് ഡൗൺ കോസ്റ്റ്. പർച്ചേസിംഗ് കോസ്റ്റ്, ഇൻസ്റ്റലേഷൻ കോസ്റ്റ്, ബ്രേക്ക് ഡൗൺ കോസ്റ്റ്. ഈ 3 കാര്യങ്ങൾ പരിഗണിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു മെഷീൻ പർച്ചേസ് ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ? അതാണ്. ഇനി ഇത്രയും കാര്യങ്ങളാണ് ഒരു ന്യൂ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് അറിയാലോ, എക്കണോമിക് ലൈഫ് അല്ലെ. എക്കണോമിക് ലൈഫ് എന്തായിരുന്നു? ഒരു മെയിൻ്റെനൻസ് വർക്കോ റിപ്പയേഴ്സോ കൂടാതെ എത്ര കാലം നിലനിൽക്കുന്നുണ്ട്, അതാണ് അതിന്റെ എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത്. ഇനി ഫിസിക്കൽ ലൈഫ് എന്തായിരുന്നു? ഉപയോഗിച്ച ശേഷം അതിന്റെ മെയിൻ്റെനൻസ് വർക്കോ റിപ്പയേഴ്സ് വർക്കോ കഴിഞ്ഞു, അതിനുശേഷം അത് എത്ര നാള് മാക്സിമം നിലനിൽക്കുന്നുണ്ട്, അതാണ് അതിന്റെ ഫിസിക്കൽ ലൈഫ് എന്ന് പറയുന്നത്. ഇനി ടാക്സ് ലൈഫ് എന്തായിരുന്നു? നമ്മൾ ഒരു മെഷീൻ വാങ്ങിച്ചു, ആ മെഷീന് 50,000 രൂപയായിരുന്നു. ഈ 50,000 രൂപ നമ്മൾക്ക് എത്ര ഇയർ കൊണ്ട് അല്ലെങ്കിൽ എത്ര വർഷങ്ങൾ കൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടും? ഓക്കെ, അതാണ് അതിന്റെ ടാക്സ് ലൈഫ്. ഇനി എന്താണ്? എക്കണോമിക് ഫോർകാസ്റ്റിംഗ് അല്ലെ, സാമ്പത്തികപരമായിട്ടുള്ള പ്രവചനങ്ങൾ. നമ്മളൊരു മെഷീൻ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഐറ്റംസ് വാങ്ങിക്കുമ്പോൾ അതിന്റെ ഇലക്ട്രിസിറ്റി എന്തോരമാകും. ഫ്രിഡ്ജ് വാങ്ങിക്കുമ്പോൾ നമ്മൾ നോക്കാറുണ്ട്, സ്റ്റാർ നോക്കാറുണ്ട്, ഇലക്ട്രിസിറ്റി കുറവുള്ളത് അങ്ങനെയുള്ള നമ്മൾ ചെക്ക് ചെയ്യാറില്ലേ. അതുപോലെ തന്നെ സ്പെയർ പാർട്സ് കേട്ടോ, അങ്ങനെയുള്ളതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ വാങ്ങിക്കാനായിട്ട്. അതുപോലെ എന്താണ്? പൊട്ടൻഷ്യാലിറ്റി എക്സിസ്റ്റിംഗ് സിസ്റ്റം, എന്താണ് നിലവിൽ വിഷയം വാങ്ങിക്കുന്നതിന് ആവശ്യകതയുണ്ടോ എന്നുള്ളത് നോക്കണം. പിന്നെന്താണ്? എക്കണോമിക് സർവേ ഓഫ് ദി ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന സപ്ലയേഴ്സിനെ നല്ല രീതിയിൽ അദ്ദേഹം വിശ്വസിക്കാൻ പറ്റോ, അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റോ, അദ്ദേഹം നല്ല രീതിയിൽ നല്ല ക്വാണ്ടിറ്റിയില് അതുപോലെ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് സാധനങ്ങൾ തരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ കോസ്റ്റ് കൺസിഡറേഷൻസ്, ഇനീഷ്യൽ കോസ്റ്റ്, പർച്ചേസ് കോസ്റ്റ്, ഇൻസ്റ്റലേഷൻ കോസ്റ്റ്, ബ്രേക്ക് ഡൗൺ കോസ്റ്റ്. നമ്മൾ ഈ പർച്ചേസിംഗ് കോസ്റ്റ്, നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിന് കൊടുക്കുന്ന കോസ്റ്റ് ആണ് പർച്ചേസിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ അത് ഇൻസ്റ്റാൾ ചെയ്യണം. കമ്പ്യൂട്ടർ ആയാലും പല മെഷീൻസ് ആയാലും നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പൊ ഇൻസ്റ്റാളിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ്. ഇനി അത് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാല്, പ്രവർത്തനരഹിതമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നന്നാക്കാനായിട്ട് ശരിയാക്കാനായിട്ട് വരുന്ന പൈസയാണ് ബ്രേക്ക് ഡൗൺ കോസ്റ്റ്. 3 കാര്യങ്ങൾ, പർച്ചേസിംഗ് കോസ്റ്റ്, ഇൻസ്റ്റലേഷൻ കോസ്റ്റ്, ബ്രേക്ക് ഡൗൺ കോസ്റ്റ് ഒക്കെ പരിഗണിച്ചിട്ട് വേണം നമ്മൾ ഒരു ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട്. ക്ലിയർ ആയോ? ാണോ ഫാക്ടേഴ്സ് പറഞ്ഞപ്പോ? ഓക്കെയാണ് ഫാക്ടേഴ്സ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്ന് വായിച്ചു നോക്കി, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ചോമിന് ഡൗട്ട് ഉണ്ടോ? പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞാൽ
ഇല്ല. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് പോർഷൻ നോക്കാം. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? പർച്ചേസിംഗ് ഓഫ് ആൻ ഓൾഡ് എക്യുപ്മെന്റ്. ന്യൂ എക്യുപ്മെന്റ് പർച്ചേസിംഗ് കഴിഞ്ഞു. അതിന്റെ ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചു. ഇനി അതിന് ശേഷം വരുന്നത് എന്താണ്? പർച്ചേസിംഗ് ഓഫ് ആൻ ഓൾഡ് എക്യുപ്മെന്റ്, അല്ലെ? സെക്കൻഡ് ഹാൻഡ് ആയിട്ട് നമ്മളൊരു വണ്ടി വാങ്ങിക്കുക അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് വാങ്ങിക്കുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാവാം പറയാൻ പറ്റുമോ? എന്തിനു വേണ്ടിയിട്ടാവാം നമ്മൾ സെക്കൻഡ് ഹാൻഡ് ആയിട്ട്? ഇപ്പോൾ ഞാനൊരു കാർ വാങ്ങിച്ചു സെക്കൻഡ് ഹാൻഡ് ആയിട്ട്. എന്തുകൊണ്ടാവാം ഞാൻ വാങ്ങിച്ചതിന്റെ കാരണം പറയാൻ പറ്റുമോ? വണ്ടി ഇല്ലാത്തത് കൊണ്ട്. ഓക്കെ, പിന്നെ എന്തെങ്കിലും കാരണം? വെരി ഗുഡ്. ഫിനാൻസ് അല്ലേ? നമ്മളുടെ കയ്യില് പുതിയ വണ്ടി വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ എന്താണ് 10 ലക്ഷം 8 ലക്ഷം 15 ലക്ഷം ഒക്കെ ആകുമ്പോൾ അല്ലെ? അപ്പൊ അത്രയും പണം നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട്, ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് അല്ലെ, പുതിയത് വാങ്ങിക്കാനായിട്ട് ക്യാഷ് ഉണ്ടാവില്ല. അതുകൊണ്ടാവാം ഞാൻ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് ഒരു വണ്ടി വാങ്ങിക്കുന്നത്. ഇനി എന്താണ്? ഇതിന്റെ കാരണങ്ങൾ പറ്റോ? പറയാൻ പറ്റോ? എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടല്ലേ? ഞാനിപ്പോ ഒരു ഇപ്പൊ ലൈസൻസ് കിട്ടിയുള്ളൂ. ഞാൻ എന്ത് ചെയ്യും? സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വാങ്ങിക്കും. ഇതിന് വേണ്ടിയിട്ടാണ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്. അത് ഓടിച്ചൊന്ന് പഠിച്ചിട്ട് വേണം ഞാൻ പുതിയത് എടുക്കാനായിട്ട്. ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് വാങ്ങിക്കുന്നുണ്ട് ഓൾഡ് എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഓൾഡ് വാഹനം നമ്മൾ വാങ്ങിക്കാറുണ്ട്. നോക്കാം. ഇത്രയും നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, done owing to shortage of money or to use the equipment as an experiment. എന്താണ്? നമ്മളുടെ കയ്യിൽ ചിലപ്പോൾ എന്താണ്? ഷോർട്ടേജ് ഓഫ് മണി, എന്താണ്? പണമില്ലാത്തത് കൊണ്ടാവാം. അല്ലെങ്കിൽ എന്താണ്? ഒരു എക്സ്പീരിമെന്റിന് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാവാം ഞാൻ അങ്ങനെ വാങ്ങിക്കുന്നത് ഓൾഡ് എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഓൾഡ് വണ്ടി വാങ്ങിക്കുന്നത്. കിട്ടിയില്ലേ രണ്ട് കാരണങ്ങള്? ഷോർട്ടേജ് ഓഫ് മണി ആൻഡ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാവാം. ഇനി എന്താണ്? 4 സോഴ്സുകളിലൂടെ നമുക്ക് ഓൾഡ് എക്യുപ്മെന്റ് വാങ്ങിക്കാൻ പറ്റും. അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 4 മെയിൻ സോഴ്സ് ഫോർ പർച്ചേസിംഗ് ആൻഡ് ഓൾഡ് എക്യുപ്മെന്റ്. ഏതൊക്കെയാണ് 4 മെയിൻ സോഴ്സ് ആയിട്ട് വരുന്നത്? ഡയറക്ട്ലി ബൈയിങ് ഫ്രം ദ ഓണർ, used or old equipment dealers, brokers and auctioneers. First one, okay, directly buying from the owner. Advantage is that we can see the working of particular equipment and also about the details of past usage of the concerned equipment. എന്താണ്? നമ്മൾക്ക് നേരിട്ട് ഓണറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം അല്ലെ? ഡയറക്ട്ലി ബൈയിങ് ഫ്രം ദ ഓണർ അല്ലെ? നേരിട്ട് ഓണറിന്റെ കയ്യിൽ നിന്ന് നമുക്ക് എന്ത് വാങ്ങിക്കാം? ഓൾഡ് എക്യുപ്മെന്റ് വാങ്ങിക്കാം. അങ്ങനെ ഡയറക്ട്ലി ഓണറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എന്തോരം അഡ്വാൻറ്റേജ് നമുക്ക് ഉണ്ടാവാം? എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഉണ്ടാവാം? പറയാൻ പറ്റോ? ഞാനിപ്പോ ഒരു കാറ് നേരിട്ട് അതിന്റെ ഓണറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു. അതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാവാം? അഡ്വാൻറ്റേജ് ലോ പ്രൈസിന് കിട്ടും. ഓൾഡ് എക്യുപ്മെന്റ് ആയതുകൊണ്ട് ക്യാഷ് കുറവ് കൊടുത്താൽ മതി. പിന്നെ കാറിന്റെ വർക്കിംഗ് കണ്ടീഷൻ നമുക്ക് നേരിട്ട് ഓടിച്ചു നോക്കാം അല്ലെ? ഓണറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ്? നമുക്ക് ഓടിച്ചു നോക്കാം, വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെന്താണ്? നോ മീഡിയേറ്റർ ഉണ്ടാവും. ഓക്കെ, മീഡിയേറ്റർ അല്ലെ? ഇടനിലക്കാരൻ ഉണ്ടാവില്ല. നേരിട്ട് നമുക്ക് ഓണറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. പിന്നെന്താണ്?
പിന്നെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? കറക്റ്റ് ആണോ പറഞ്ഞത്? എന്തെങ്കിലും ഓർത്ത് നോക്കിയേ. എന്തോരം കിലോമീറ്റർ ഓടികൾ നമുക്ക് അറിയാൻ പറ്റില്ലേ? അതുപോലെ ആ കാറിന് എന്തെങ്കിലും ഫൈനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലേ? നേരിട്ട് ഓണറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോ ഫൈൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നേരിട്ട് നമുക്കത് അറിയാനായിട്ട് പറ്റും. ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ചെയ്യുന്നത്. നേരിട്ട് ഓണറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോ ഉള്ള അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഇനി എന്താണ് യൂസ്ഡ് ഓർ ഓൺ എക്യുപ്മെന്റ് ഡീലേഴ്സ് അല്ലെ? ഡീലേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. വാറന്റി ഫോർ ഷോർട്ട് പീരീഡ്. അതിനകത്ത് അവര് തരുന്ന വാറന്റി എന്ന് പറയുന്നത് എന്താണ്? ഷോർട്ട് പീരീഡ് ആയിരിക്കും. 2 types of equipment received from the rebuild and reconditioned equipment. എന്ത് ചെയ്യുന്നുണ്ട് അവര്? ഈ ഡീലേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഓൾഡ് എക്യുപ്മെന്റ് തന്നെ ഒന്നുകൂടിയും അവര് റീബിൽഡ് ചെയ്ത് റീകണ്ടീഷൻ ഒക്കെ ചെയ്ത്, നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്താണ് പുതിയ പെയിന്റ് ഒക്കെ അടിച്ച് എന്തെങ്കിലും സ്പെയർ പാർട്സുകളൊക്കെ മാറ്റി പുതിയതൊക്കെ കണക്ട് ചെയ്ത് ഒന്നും കൂടി നല്ല പുതുപുത്തനാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്തു തരാറുണ്ട്? സെയിൽ ചെയ്ത് തരാറുണ്ട് അല്ലേ? അങ്ങനെയല്ലേ ഡീലേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോ അവർ ചെയ്തു തരാറ്? എങ്ങനെയാണ്? പുതിയ പെയിന്റ് അടിക്കും, അതുപോലെ എന്തെങ്കിലും സ്പെയർ പാർട്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി പുതിയൊരു സ്പെയർ ഒക്കെ വെച്ച് അങ്ങനെ ഒരു പുതുപുത്തനാക്കി റീകണ്ടീഷൻ ചെയ്തിട്ട് നമുക്ക് ഇത് ചെയ്തു തരാറുണ്ട്. അവര് വൃത്തിയാക്കി ഓക്കെ അങ്ങനെ തരാറുണ്ട്. അതാണ് ഓൾഡ് ഡീലേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോ കിട്ടുന്ന എന്താണ് റീബിൽഡ് ചെയ്ത് കിട്ടുന്നതിന്റെ കാരണങ്ങള്. കിട്ടിയത് ഷോർട്ട് പീരീഡ് ആയിരിക്കും വാറന്റി എന്ന് പറയുന്നത്. എന്ത് ചെയ്തു തരാറുണ്ട് അവര്? ഓൾഡ് എക്യുപ്മെന്റ് തന്നെ ഒന്നും കൂടി റീബിൽഡ് ചെയ്ത് റീകണ്ടീഷൻ ചെയ്തിട്ട് ആണ് നമുക്ക് കഴിക്കുന്നത്. പിന്നെ എന്താണ്? ബ്രോക്കേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. അതുപോലെ ഓപ്ഷണേഴ്സ് ആരാണ്? ഓപ്ഷണേഴ്സ് ആരാ? ലേലം വഴി നമുക്ക് എന്ത് ചെയ്യാം? ഓൾഡ് എക്യുപ്മെന്റ് വാങ്ങിക്കാം. ഇനി നോക്കിയേ, both are risky source and there will be no warranty. എന്താണ്? ഈ ബ്രോക്കേഴ്സിന്റെ കയ്യിൽ നിന്നും ഓപ്ഷണേഴ്സിന്റെ കയ്യിൽ നിന്നും നമ്മള് ഓൾഡ് എക്യുപ്മെന്റ് വാങ്ങിക്കുമ്പോൾ അത് റിസ്കി സോഴ്സസ് ആണ്. അതുപോലെ തന്നെ എന്താണ്? നോ വാറന്റി. ഓക്കെ, അവരെന്ത് ചെയ്തു തരില്ല? വാറന്റി നമുക്ക് തരില്ല. ക്ലിയർ അല്ലേ? ഇത്രയും കാരണങ്ങളാണ്, അല്ലെങ്കിൽ 4 മെയിൻ സോഴ്സസ് ആണ് ഓൾഡ് എക്യുപ്മെന്റിനെ. 4 മെയിൻ സോഴ്സ് ആണ് നമ്മൾ പഠിച്ചത്. നേരിട്ട് നമുക്ക് ഓണറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം, അതുപോലെ തന്നെ ഡീലേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം, ബ്രോക്കേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം, അതുപോലെ ഓപ്ഷണേഴ്സിലെ ലേലം വഴി നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് ഓൾഡ് എക്യുപ്മെന്റ് വാങ്ങിക്കാം. ക്ലിയർ ആണോ? അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ, ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി disadvantages in buying an old equipment. എന്താണ്? Economic life period of particular equipment cannot be ascertained. എന്താണ് ascertained എന്ന് പറഞ്ഞാല്? ascertain എന്ന് പറഞ്ഞാല് നിർണയിക്കുക. അവിടെ എന്താണ് പറയുന്നത്? നമ്മളൊരു ഉപകരണം എത്ര നാള് ഉപയോഗിച്ചു എന്നുള്ളത് നമുക്ക് എന്താണ്? cannot be ascertained എന്നാണ്. നിർണയിക്കാൻ പറ്റില്ല അല്ലെ? ഓൾഡ് എക്യുപ്മെന്റ് വാങ്ങിക്കുമ്പോൾ എത്ര നാൾ ഉപയോഗിച്ചു എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയില്ല. ഇനി എന്താണ്? നോ ആഫ്റ്റർ സെയിൽ സർവീസ്. വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ടാവില്ല, അവർ തരില്ല. അതുപോലെ തന്നെ എന്താണ്? മെയിൻ്റനൻസ് വർക്ക് അല്ലെ? ഓൾഡ് എക്യുപ്മെന്റ് വാങ്ങിക്കുന്നവർക്ക് അറിയാം എന്താണ്? എപ്പോഴും അതിന് മെയിൻ്റനൻസ് വർക്ക് ഉണ്ടാവും. റിപ്പയർസും കാര്യങ്ങളായിട്ട് നമ്മൾ അതിന്റെ പുറകെ നടക്കേണ്ടതായിട്ട് വരും അല്ലെ? അപ്പൊ എന്താണ്? മെയിൻ്റനൻസ് കോസ്റ്റ് എന്താണ്? ഹൈ ആണ്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് ഡിസ്അഡ്വാൻറ്റേജസ്. അതിന്റെ എന്താണ്? ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ഓൾഡ് എക്യുപ്മെന്റ് വാങ്ങിക്കുമ്പോൾ അതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ്, ദോഷങ്ങളായിട്ട് വരുന്നത് എന്തൊക്കെയാണ്? ഇത്ര നാള് ആ എക്യുപ്മെന്റ് ഉപയോഗിച്ച് നമുക്ക് നിർണ്ണയിക്കാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ എന്താണ്? മെയിൻ്റനൻസ് ചാർജ് ഹൈ ആയിരിക്കും. ക്ലിയർ ആണോ?
ഓക്കെ ആണോ? മനസ്സിലായോ? ഡിസ്അഡ്വാൻറ്റേജസ്. ഓക്കെ. ഇനി നെക്സ്റ്റ് പോർഷൻ നോക്കി. ലീസിംഗ്. നമ്മൾ ഒരു എക്യുപ്മെന്റ് വാങ്ങിക്കുന്നത് എത്ര കാരണങ്ങൾ കൊണ്ടാണ്? ചിലപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്, പുതിയതായിട്ട് നമ്മൾ വാങ്ങിക്കാറുണ്ട്. അതുപോലെ ഓൾഡ് എക്യുപ്മെന്റ് ഓൾഡ് ആയിട്ട് നമ്മൾ വാങ്ങിക്കും, സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വാങ്ങിക്കാറുണ്ട്. അല്ലെങ്കിൽ എങ്ങനെയാണ്? ലീസിംഗ് ആണ് അല്ലെ. ലീസിംഗ് എന്താണ്? പാട്ടത്തിന് അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കാറുണ്ട്. കിട്ടിയില്ലേ അത്? നോക്കിയേ. ഇനി നോക്കിയേ. ലീസിംഗ് ഈസ് ദ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. ലീസിംഗ് ചോദിക്കാം. ലീസിംഗ് നോട്ട് ചെയ്ത് പഠിക്കണേ. ലീസിംഗ് ഈസ് ദി പ്രോസസ് by which the right to handle an equipment changes, but ownership does not change. Dash is a process by which the right to handle the equipment changes, but ownership does not change. ചോദിക്കാട്ടോ, ക്വസ്റ്റ്യൻ വരാം. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, എഴുതി വെച്ച് നോട്ട് ചെയ്ത് പഠിക്കാട്ടോ. ലീസിംഗ്. ഓക്കെ, അപ്പൊ ലീസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉപകരണം കൈകാര്യം ചെയ്യുന്നതിനുള്ള അവകാശം മാറുന്ന പ്രക്രിയ. ഞാനൊരു ഒരു ഉപകരണം എന്റെ കയ്യിലുണ്ട്, അത് ഞാൻ എന്ത് ചെയ്തു തരുന്നുണ്ട്? വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ടോമിന് വാടകയ്ക്ക് കൊടുക്കും. അപ്പൊ എന്താണ്? ആ ഉപകരണം കൈമാറുന്നതിനുള്ള അവകാശമാണ് ഞാൻ അവന് കൊടുത്തത് അല്ലെ, ടോമിന് കൊടുത്തത്. പക്ഷെ എന്താണ്? ഓണർഷിപ്പ് എന്റെ തന്നെ അല്ലേ. ഓണർ ആരാ? ഇതിന്റെ ഉപകരണത്തിന്റെ ഓണർ ആരാ? ഞാനാണ് അല്ലെ. ഓണർഷിപ്പ് ഞാൻ ടോമിന് കൊടുക്കുന്നുണ്ടോ? കൊടുത്തോ ഞാൻ? എങ്ങനെയാണ്? ഇല്ല അല്ലെ. അവകാശം അല്ലെ, ഓണർഷിപ്പ് ഞാൻ എന്റെ കയ്യിൽ തന്നെയാണ്, ടോമിന് ഞാൻ കൊടുക്കുന്നില്ല. പക്ഷെ ആ സാധനം ഉപയോഗിക്കാനുള്ള അവകാശം എന്ത്? ഞാൻ കൊടുക്കുന്നുണ്ട് അല്ലെ. ആ കൈകാര്യം ചെയ്യുന്നുള്ള അവകാശം ഞാൻ ടോമിന് കൊടുത്തു. അതാണ് ലീസിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ലീസിംഗ് ഈസ് എ process by which the right to handle an equipment changes, but ownership does not change. അടിയിൽ മാർക്ക് ചെയ്ത് പഠിക്കാട്ടോ. എന്താണ്? ഒരു ഉപകരണം കൈകാര്യം ചെയ്യുന്നതിനുള്ള അവകാശം മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത്. ബട്ട് എന്താണ്? ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യില്ല. ഓക്കെ ആണോ? ഇനി ലീസിംഗില് രണ്ട് വ്യക്തികളുണ്ട്, ഞാനും ഉണ്ട്, ടോമും ഉണ്ട്. ഓക്കെ, അപ്പോ ഇറ്റ് ഈസ് ലെസ്സർ ആൻഡ് ലെസ്സി. കിട്ടിയോ? രണ്ട് വ്യക്തികളാണ് ലീസിംഗില് ഉള്ളത്. ലെസ്സർ ഉണ്ട്, ലെസ്സി ഉണ്ട്. ഇറ്റ് ഈസ് ബിറ്റ്വീൻ ലെസ്സർ, person who give equipment for lease അല്ലെ. ലീസിന് ഞങ്ങൾ എക്യുപ്മെന്റ് കൊടുക്കുന്നുണ്ട്, പാട്ടത്തിന് ഉപകരണങ്ങൾ നൽകുന്ന വ്യക്തി, അതിനെയാണ് ലെസ്സർ എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? പാട്ടത്തിന് ഉപകരണങ്ങൾ കൊടുക്കുന്നു അല്ലെങ്കിൽ വാടകയ്ക്ക് ഉപകരണങ്ങൾ കൊടുക്കുന്ന വ്യക്തിയെ ആണ് ലെസ്സർ എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? ലെസ്സർ എന്താണെന്ന്? ഇനി എന്താണ്? ലെസ്സി, person who acquire a particular equipment. എന്താണ്? ഉപകരണം ഏറ്റെടുക്കുന്ന വ്യക്തി, അവനെയാണ് ലെസ്സി എന്ന് പറയുന്നത്. കിട്ടിയോ? ലെസ്സറും ഉണ്ട്, ലെസ്സിയും ഉണ്ട്. ക്വസ്റ്റ്യൻ വരാട്ടോ. ലെസ്സർ ആരാണ്? ലെസ്സി ആരാണ്? ലീസിംഗ് എന്താണ്? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്, മാർക്ക് ചെയ്ത് പഠിക്കാൻ. ലെസ്സർ എന്ന് പറഞ്ഞാല് പാട്ടത്തിന് അല്ലെങ്കിൽ വാടകയ്ക്ക് ഉപകരണങ്ങള് നൽകുന്ന വ്യക്തിനെയാണ് ലെസ്സർ എന്ന് പറയുന്നത്. ഇനി ലെസ്സി എന്താണ്? ലെസ്സി ആരാണ്? ഉപകരണം ഏറ്റെടുക്കുന്ന വ്യക്തി. ഓക്കെ ആണോ? ലീസിംഗ്, ലെസ്സർ, ലെസ്സി മൂന്നും ഓക്കെ ആണോ? ഓക്കെ, ലെസ്സർ, ലെസ്സർ, ലെസ്സി ട്ടോ. കിട്ടി. ഇനി എന്തിനാണ് ഈ സാധനങ്ങൾ നമ്മൾ ലീസിന് എടുക്കുന്നത്? അതിന്റെ കാരണങ്ങളാണ് താഴെ പാരഗ്രാഫ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ. Leasing is done due to lack of fund. ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്? ഇപ്പോ ഈ പാരഗ്രാഫ് എന്താ കൊടുത്തിരിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? ലീസിങ്ങിന് ഉപകരണങ്ങൾ എടുക്കുന്നതിന്റെ കാരണങ്ങളാണ് കൈ കൊടുത്തിരിക്കുന്നത്. എന്താ പറയുന്നത്?
ഡ്യൂ ടു ലാക്ക് ഓഫ് ഫണ്ട് കുറയുന്നത് അല്ലെ. നമുക്ക് എന്താണ് നമ്മുടെ കയ്യിൽ പുതിയത് വാങ്ങിക്കാനായിട്ട് പണമില്ല, അതുകൊണ്ടാണ്. പിന്നെന്താണ് ഫോർ ഡൂയിങ് എക്സ്പെരിമെന്റ് ആസ് ദ ടെസ്റ്റ് റൺ അല്ലെ. നമ്മള് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് നമ്മൾ എന്ത് വാങ്ങിക്കുന്നുണ്ട്, കാറൊക്കെ വാങ്ങിക്കുന്നത് ഉണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്, ഡൂയിങ് എക്സ്പെരിമെന്റ്സ് എന്താ ഉദ്ദേശിക്കുന്നത്, ഓടിച്ച് പഠിക്കാനായിട്ട്, നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് അല്ലെ, ടെസ്റ്റ് റണ്ണിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഇനി എന്താണ്, ആസ് പെർ ദി ഡ്യൂറേഷൻ ഫോർ ദിസ് എക്വിപ്മെന്റ് ഈസ് നീഡ് എന്താ പറയുന്നത്, എത്രത്തോളം അല്ലെങ്കിൽ എന്താണ് എത്ര ഡ്യൂറേഷൻ എത്രത്തോളം. ഇപ്പൊ നമ്മൾ കല്യാണത്തിനൊക്കെ നമ്മൾ വാങ്ങിക്കാറില്ലേ, ഇപ്പൊ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സിനായാലും അതുപോലെ തന്നെ ജനറേറ്റർ ഒക്കെ എന്താണ് വാങ്ങിക്കാറുണ്ടല്ലേ, കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വാടകയ്ക്ക് എടുക്കാറില്ലേ, ലീസിന് എടുക്കാറില്ലേ. എന്തിനു വേണ്ടിയിട്ടാണ്, ആ ടൈമിങ്ങിന് വേണ്ടിയിട്ടല്ലേ. ചിലപ്പോ ഒരാഴ്ചയ്ക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് 3 ദിവസത്തേക്കൊക്കെ ആയിരിക്കും നമ്മള് ജനറേറ്റർ ആയാലും ലൈറ്റിംഗ് ഒക്കെ ആയാലും നമ്മൾ വാങ്ങിക്കുന്നത്, വാടകയ്ക്ക് എടുക്കുന്നത്. അപ്പൊ ടൈമിങ് എത്രത്തോളം, ടൈമിങ് അനുസരിച്ച് ടെമ്പററി യൂസിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. കിട്ടിയില്ലേ? പിന്നെന്താ പറയുന്നത്, അതിന്റെ ടൈമിങ് ആ ഡ്യൂറേഷൻ അനുസരിച്ചിട്ടാണ് നമ്മള് സാധനങ്ങള് വാടകയ്ക്ക് എടുക്കുന്നത്. അതുപോലെ എന്താണ്, ടു അവോയ്ഡ് ദ ഹ്യൂജ് ലീഡ് ടൈം ഫോർ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്. നമുക്കറിയാം എന്താണ്, സാധനങ്ങളൊക്കെ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഓർഡർ ചെയ്ത് കിട്ടാനായിട്ട് നമുക്ക് ലീഡ് ടൈം കുറെ ടൈം എടുക്കും അല്ലെ, കുറെ ദിവസങ്ങൾ ചിലപ്പോ വേണ്ടി വന്നേക്കാം. അപ്പോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മള് ലീഡ് ടൈം കുറെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും, ടെമ്പററി അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ വാടകയ്ക്ക് സാധനങ്ങൾ എടുക്കാറുണ്ട്. കിട്ടിയ പോയിന്റ്, ഹ്യൂജ് ഇപ്പൊ ക്യാപിറ്റൽ എക്യുപ്മെന്റ് ആണെങ്കിൽ എന്താണ് കുറെ നാളെ ലീഡ് ടൈം അല്ലെ, കുറെ നാളേക്ക് വേണ്ടി വരും. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് തന്നെ അത് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ 3 ദിവസത്തേക്ക് ആവാൻ ചിലപ്പോൾ ക്യാപിറ്റൽ എക്യുപ്മെന്റ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ അതിന് ടെമ്പററി ആയിട്ടുള്ള താൽക്കാലികമായിട്ട് നമുക്ക് ആവശ്യത്തിനായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്, ലീസിങ്ങിന് വാടകയ്ക്ക് നമ്മൾ എടുക്കാറുണ്ട്. ഓർ ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഈസ് അവൈലബിൾ ഓൺലി ഓൺ ലീസ്. എന്താണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് കുറിച്ച് അന്വേഷിച്ചിട്ട് നമുക്ക് കിട്ടാതെ ആകുമ്പോഴും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വാടകയ്ക്ക് നമ്മൾ എടുക്കാറുണ്ട് അല്ലെ. ചിലപ്പോ അവിടെ കടകളിലൊന്നും അവൈലബിൾ ആകില്ല അല്ലെ. നമ്മൾ പഠിച്ചില്ലേ സ്രോതസ്സിന്റെ ലഭ്യതയൊക്കെ പഠിച്ചില്ലേ ക്യാപിറ്റൽ എക്യുപ്മെന്റിന്റെ. എന്താണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് അന്വേഷിച്ചിട്ട് ചിലപ്പോൾ കിട്ടാതെ ആവാം. ആ അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ലീസിങ്ങിന് സാധനങ്ങൾ വാടകയ്ക്ക് എടുക്കാറുണ്ട്. ഓക്കെ, കിട്ടിയില്ലേ? ഇത്രയും കാര്യങ്ങളാണ് ലീസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സാധനം നമ്മള് ലീസിങ്ങിന് എടുക്കുന്നതിന്റെ കാരണങ്ങളായിട്ട് പറയുന്നത്. എന്തൊക്കെയാ പഠിച്ചത് നമ്മള്, ലാക്ക് ഓഫ് ഫണ്ട് അല്ലെ, ഫണ്ട് ഇല്ലാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ എന്താണ് നമ്മൾക്കൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാവാം. അതുപോലെ ഡ്യൂറേഷൻ അല്ലെ, ടൈം നമ്മള് വാടക, ഞാൻ പറഞ്ഞില്ലേ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് ജനറേറ്റർ എടുക്കാറുണ്ട് വാടകയ്ക്ക്, ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സിന് വേണ്ടിയിട്ട് ലൈറ്റുകൾ എടുക്കാറുണ്ട്. അപ്പൊ അതിന്റെ ടൈം എന്ന് പറയുന്നത് എന്താണ്, ചിലപ്പോ ഒരാഴ്ച അല്ലെങ്കിൽ 3 ദിവസത്തെയൊക്കെയാണ്. അപ്പൊ അതിന്റെ ഡ്യൂറേഷൻ എത്രത്തോളം ഉണ്ട്, ടൈം എത്രത്തോളം ഉണ്ട്, അതിന്റെ ഡ്യൂറേഷൻ എന്നതിനനുസരിച്ചിട്ടാവാം നമ്മള് ലീസിങ്ങിന് എടുക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഇപ്പൊ ലീഡ് ടൈം ക്യാപിറ്റൽ എക്യുപ്മെന്റ് ആണെങ്കിൽ അതിന്റെ ലീഡ് ടൈം, അത് കൊണ്ടുവരുന്നതിനുള്ള ടൈം, നമ്മൾ ഓർഡർ ചെയ്ത് നമ്മുടെ കയ്യിലെത്തുന്നത് വരെയുള്ള ടൈം ചിലപ്പോൾ കൂടാം. അതനുസരിച്ച് നമുക്കൊരു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സാധനങ്ങള് വാടകയ്ക്ക് എടുക്കാറുണ്ട്. അതുപോലെ എന്താണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് നമ്മൾ കുറെ അന്വേഷിച്ചിട്ട് കിട്ടാതെ ആകുമ്പോ അതും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ലീസിങ്ങിന് എടുക്കാറുണ്ട്. വാടകയ്ക്ക് നമ്മൾ അന്വേഷിച്ച് നമ്മൾ എടുക്കാറുണ്ട്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ എടുക്കുന്നുള്ളൂ കേട്ടോ. ഡൗട്ട് വല്ലതുണ്ടോ? ഓക്കെ ആണല്ലേ? ഇത്രയും വരെ അടുത്ത ദിവസം വരുമ്പോ പഠിച്ചിട്ട് വരാട്ടാ. പഠിച്ചില്ലെങ്കിൽ വായിച്ചിട്ടൊന്ന് വരാം. ഓക്കെ, താങ്ക് യു.